ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് റബീഹത്ത്. അപ്പോൾ നമ്മുടെ എക്സാമിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വന്നു അല്ലേ? എന്നാണ് എക്സാം നടക്കാനായിട്ട് പോകുന്നത്? 2026 ആയിട്ട് നമ്മൾ കാത്തിരുന്ന എല്ലാ എക്സാമിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എത്തി. എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. കൃത്യമായ രീതിയിൽ നല്ല പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ എല്ലാവരും കൊണ്ടുപോകുന്നുണ്ടാവും എന്ന് തന്നെ വിചാരിക്കുകയാണ്. അപ്പോൾ നമ്മൾ 2026 എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട എക്സാമുകളാണ് നമ്മുടെ ബെവ്കോ LDCയും അതുപോലെ തന്നെ കമ്പനി ബോർഡ് LGS അല്ലേ? ഒരുപാട് ഉദ്യോഗാർത്ഥികൾ വളരെ കൃത്യമായിട്ടുള്ള രീതിയിൽ വളരെ ഫോക്കസ്ഡ് ആയിട്ട് തന്നെ പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്ന രണ്ട് പ്രധാനപ്പെട്ട എക്സാമുകളാണ് നമുക്ക് വന്നിട്ടുള്ളത് അല്ലെ? രണ്ട് പ്രധാനപ്പെട്ട എക്സാമുകളാണ് 26 നടക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു എക്സാമിൽ നമുക്ക് ഇനി ഇത്രയും കാലം ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പ്രിലിംസ് മാത്രമായിരിക്കുമോ, മെയിൻസ് ഉണ്ടാവോ എന്നുള്ള കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള എല്ലാ തീരുമാനവും ആയിട്ടുണ്ട്. നമുക്കറിയാം പ്രിലിംസും മെയിൻസും എല്ലാം നടക്കുന്നുണ്ട്. അപ്പോൾ ജൂലൈ മാസത്തോട് കൂടിയിട്ടാണ് നമ്മുടെ എക്സാമും കാര്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇനിയുള്ള എല്ലാവരുടെയും ഒരു ഡൗട്ട് എന്തായിരിക്കും? എങ്ങനെയായിരിക്കും എക്സാമിൻ്റെ ആ ഒരു കട്ടി കൂടുതലായിരിക്കുമോ, അതല്ല എങ്ങനെയായിരിക്കും ഇനിയുള്ള പ്രിപ്പറേഷൻസ് കാര്യങ്ങൾ കൊണ്ടുപോവേണ്ടത് എന്നുള്ള ഒരു കൺഫ്യൂഷൻ എല്ലാവർക്കും ഉണ്ടായിരിക്കും അല്ലേ? അപ്പോൾ ഇവിടെ നമുക്കറിയാം, നമ്മുടെ ഈ പറയുന്ന കമ്പനി ബോർഡ് LGS ആണെങ്കിലും അതല്ല ബെവ്കോ LDC ആണെങ്കിലും നമുക്ക് കൃത്യമായിട്ട് അറിയുന്ന ഒരു കാര്യമാണ്. PSC പരീക്ഷ എഴുതുന്ന എല്ലാവരും എഴുതുന്ന രണ്ട് എക്സാമുകളാണ് ഇതല്ലേ? അതായത് ഡിഗ്രി ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊക്കെയുള്ള എല്ലാവരും എഴുതുന്ന രണ്ട് പ്രധാനപ്പെട്ട എക്സാമുകളാണിത്. അതുകൊണ്ട് തന്നെയാണ് എന്ത് വരുന്നത്, ഇതിന് അത്യാവശ്യം കോമ്പറ്റീഷൻ കാര്യങ്ങൾ വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് എന്താണ് ഈ ഒരു എക്സാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പറയുമ്പോൾ ഇപ്പം നമുക്കറിയാം ഡിഗ്രി ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഉള്ള എല്ലാവരും എഴുതി പോകുന്ന പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ കൃത്യമായ രീതിയിൽ കൊണ്ടുപോകുന്ന ഒരു എക്സാമാണ് ഇത്. അപ്പോൾ ഈ ഒരു കമ്പനി ബോർഡ് LGSന്റെ കാര്യം നമ്മൾ പറയുന്ന സമയത്ത് 2024 ഇതിന്റെ ലിസ്റ്റ് കാര്യങ്ങൾ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സമയം വരെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 2000-ഓളം അപ്പോയിൻമെന്റുകളാണ് കാര്യങ്ങളാണ് നടന്നിട്ടുള്ളത്, നിയമനങ്ങളാണ് കാര്യങ്ങൾ നടന്നിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, 2024 തൊട്ട് 2027 വരെയാണ് ഈ ഒരു ലിസ്റ്റ് നമുക്ക് വരുന്നത്. കമ്പനി ബോർഡ് LGSന്റെ കാര്യം നമ്മൾ വരുമ്പോൾ 27 വരെയാണ് അതിൻ്റെ ഒരു വാലിഡിറ്റി ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് തന്നെ ഇത്രയും അപ്പോയിൻമെന്റുകൾ, ഇത്രയും നിയമനങ്ങൾ കാര്യങ്ങൾ നടന്നിട്ടുള്ള ഒന്നുകൂടിയാണ് നമ്മുടെ കമ്പനി ബോർഡ് LGS എന്ന് പറയുന്നത്. അപ്പോൾ ഇനിയുള്ള ഈ ഒരു 1-2 വർഷം കൊണ്ട് അത്യാവശ്യം ഒരു 1500-ഓളം നിയമനങ്ങളാണ് ഇനി നടക്കാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് എന്ത് വരുന്നത്, അത്യാവശ്യം വാക്കൻസികളും കാര്യങ്ങളും വരുന്ന ഒരു പോസ്റ്റ് തന്നെയാണ്. മാത്രമല്ല അത്യാവശ്യം കോമ്പറ്റീഷനും കാര്യങ്ങളും നടക്കുന്ന ഒരു എക്സാം കൂടിയാണ് നമ്മുടെ ഈ രണ്ട്, ബെവ്കോ ആണെങ്കിലും അതല്ല LGS ആണെങ്കിലും. ഇപ്പോൾ ബെവ്കോന്റെ കാര്യം നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതുവരെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 200-ഓളം നിയമനങ്ങൾ കാര്യങ്ങളാണ് നമുക്ക് നടന്നിട്ടുള്ളത് എന്നുള്ളത് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ ഇനി നമുക്ക് വരാൻ പോകുന്ന ഒരു പ്രധാന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കോമ്പറ്റീഷന്റെ ലെവൽ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ പ്രിലിംസും മെയിൻസും വരുന്നുണ്ട് അല്ലെ? പ്രിലിംസും നമുക്ക് വരുന്നുണ്ട്, അതുപോലെ തന്നെ നമുക്ക് ഒക്ടോബർ മാസത്തോടു കൂടിയായിട്ട് മെയിൻസും നമുക്ക് വരുന്നുണ്ട് എന്നറിയാം. അപ്പോൾ ഇവിടെ നമുക്കൊരു നേരത്തെ പറഞ്ഞ പോലെ തന്നെ PSC എക്സാം എഴുതുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും അറ്റൻഡ് ചെയ്യുന്ന രണ്ട് എക്സാമുകളാണ് ഇത്. അപ്പോൾ ഇവിടെ നമ്മൾ ഏകദേശം ഒരു 60 അല്ലെങ്കിൽ 65 അതല്ലെങ്കിൽ 70 മാർക്കോ നേടുന്നതിന് പകരം അതിനേക്കാൾ മുകളിലായിട്ട് എത്ര മാർക്ക് നമുക്ക് നേടാനായിട്ട് പറ്റുമോ എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചു പോവേണ്ടത്. കാരണം പ്രിലിംസ് വരുന്നുണ്ട്, മെയിൻസും വരുന്നുണ്ട് എന്ന് നമുക്കറിയാം. അപ്പോൾ പ്രിലിംസ് വരുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു 80 മാർക്കെങ്കിലും നമുക്ക് നേടിയാൽ മാത്രമാണ് എന്ത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ, മെയിൻസിലോട്ട് നമുക്ക് പോകാനായിട്ട് പറ്റുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ അത്രയും കോമ്പറ്റീഷനും വാക്കൻസിയും കാര്യങ്ങളും വരുന്ന ഒരു ഏരിയ, അതിലൊരു എക്സാം ആയതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ രീതിയിൽ അതല്ലെങ്കിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള രീതിയിൽ എത്രമാത്രം പഠിച്ചു പോകാനായിട്ട് പറ്റുമോ, ഒരു 80+ മാർക്ക് അല്ലെങ്കിൽ 80+ മാർക്ക് നിങ്ങളെ കൊണ്ട് സ്കോർ ചെയ്യാനായിട്ട് പറ്റുമോ, അത്രയും നല്ലതായിട്ടാണ് വരുന്നത്. കാരണം നമുക്ക് ആ പ്രിലിംസ് എന്ന് പറയുന്ന ആ ഒരു കടമ്പ കടന്നിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാനായിട്ട്, മെയിൻസിലോട്ട് എത്താനായിട്ട്. അപ്പോൾ ഒരു 60-65 എന്നല്ലെങ്കിൽ 65-70 എന്നുള്ള ഒരു റേഞ്ചിലാണ് നമ്മൾ ഇത്രയും കാലം വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ എങ്ങനെയാണെങ്കിലും നമ്മൾ അതിന് മുകളിലുള്ള ഒരു റേഞ്ചിലോട്ട് എത്തണം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നേരത്തെ പറഞ്ഞത് തന്നെയാണ്, കോമ്പറ്റീഷൻ ലെവൽ എന്ന് പറയുന്നത് നമുക്ക് അത്യാവശ്യം കൂടുതലായിട്ട് വരുന്ന ഒരു എക്സാം തന്നെയാണ്. അപ്പോൾ അതാണ് നമുക്ക് ഇവിടെ നോക്കാനുള്ളത്. അതായത് ഈ പറഞ്ഞ 80+ മാർക്ക് കൃത്യമായിട്ടുള്ള മോക്ക് ടെസ്റ്റുകളാണെങ്കിലും അതല്ല കൃത്യമായിട്ടുള്ള ഒരു ടൈം ടേബിളോട് കൂടിയിട്ട് നിങ്ങൾ എക്സാമിനെ അപ്പിയർ ചെയ്യുക എന്നുള്ളതാണ്. കാരണം നമുക്കറിയാം, നമുക്ക് മുന്നിൽ സമയം കിടക്കുന്നുണ്ട് അല്ലേ? അത്യാവശ്യം മാസങ്ങൾ
ദിവസങ്ങൾ നമ്മുടെ മുന്നിൽ ഇനി കിടക്കുന്നുണ്ട് ഈ ഒരു എക്സാമിനായിട്ട്. അപ്പോൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനോട് കൂടിയിട്ട് ഡെയിലി വർക്കൗട്ട് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു എക്സാമിന് അപ്പിയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ കൃത്യമായിട്ട് എന്താണ് ഇതിൻ്റെ കോമ്പറ്റീഷൻ എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഓരോ ദിവസങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുക. കാരണം നമുക്ക് മുന്നിൽ ഇനി വേസ്റ്റ് ചെയ്യാനായിട്ട് സമയമില്ല എന്നുള്ള കാര്യമാണ്. കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഈ പറയുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണെങ്കിലും റീസെൻ്റ്ലി നടന്നിട്ടുള്ള എക്സാമുകളൊക്കെ ആണെങ്കിലും ഒക്കെ എടുത്ത് കൃത്യമായിട്ട് തന്നെ അനലൈസ് ചെയ്തുകൊണ്ട്, ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ ഒരു സ്കോർ നമ്മൾ നോക്കുമ്പോൾ കറണ്ട് അഫെയർസിന് 20 മാർക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഹൈ സ്കോറിംഗ് ആയിട്ടുള്ള മറ്റൊരു ഏരിയ ആണ് നമ്മുടെ മാത്സ് ആൻഡ് റീസണിങ് എന്ന് പറയുന്നത്. അവിടെയും 20 മാർക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഈ ഒരു ഏരിയ ഏറ്റവും കൂടുതൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റുന്ന ഏരിയാസിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് കൃത്യമായിട്ടുള്ളൊരു സ്റ്റഡി പ്ലാനോട് കൂടിയിട്ട് തന്നെയാണ് നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിൽ പഠിച്ചു പോകേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കോച്ചിങ്ങും കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മളിപ്പോൾ കോമ്പറ്റേറ്റീവ് ക്രാക്കറിലാണെങ്കിലും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മൾ GS-ൻ്റെ ബാച്ചുകളും കാര്യങ്ങളും എല്ലാം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ഈ പറയുന്ന കൃത്യമായിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ അനാലിസിസ്, ലൈവ് റെക്കോർഡ് ക്ലാസ്സുകൾ, മെന്റർഷിപ്പ് കാര്യങ്ങൾ എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു ബാച്ച് തന്നെയാണ്. അപ്പോൾ 2026 തന്നെ നമ്മുടെ ഒരു സർക്കാർ ജോലി എന്ന ലക്ഷ്യത്തിലോട്ട് നമ്മളെ എത്താനായിട്ട് എല്ലാവരും പരിശ്രമിക്കുക. കൂടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറും നിങ്ങളുടെ കൂടെയുണ്ട്. അപ്പോൾ ഈ ഒരു ബാച്ചിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയുന്നതിനായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഒന്നുകിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ അതിൽ താഴെ നമ്മൾ ലിങ്ക് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാം, അതിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക്